Assalamu alaikum. In the last class, we have discussed about how to prepare ammonia in the classroom and how to prepare ammonia in the laboratory and how to prepare ammonia in the ammonia industrially എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, എന്താണ് ക്ലാസ് റൂമിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, ലാബിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, ക്ലിയർ ആയിട്ട് പഠിച്ചു. സോ ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു ലേൺ സം അതർ എക്സ്പെരിമെൻറ്റ് റിലേറ്റഡ് വിത്ത് അമോണിയായിട്ട് ബന്ധപ്പെട്ട് അടുത്ത കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? സോ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 81 യു ക്യാൻ സീ ആൻ അപ്പാരറ്റസ്. ഓക്കെ, നിങ്ങൾക്ക് പേജ് നമ്പർ 81 നിങ്ങൾക്ക് അമോണിയയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പിക്ചർ കാണാൻ പറ്റും. സോ ഇതെങ്ങനെ ഈ ഒരു അറേഞ്ച്മെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമ്മളൊരു റൗണ്ട് ബോട്ടം പോലത്തെ ഒരു ഫ്ലാസ്ക് നമ്മളിങ്ങനെ വെച്ചേപ്പുണ്ട് അല്ലേ. സോ ഹിയർ വി ക്യാൻ സീ എ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്. മീൻസ് ഒന്ന് ജസ്റ്റ് റഫായിട്ട് വരയ്ക്കുന്നേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ടുള്ള പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുണ്ട്. ഇപ്പം നമ്മൾ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്, ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ പേരാണ് ഫൗണ്ടൈൻ എക്സ്പെരിമെൻറ്റ്. എന്താണ്? ഫൗണ്ടൈൻ എക്സ്പെരിമെൻറ്റ്. ദിസ് എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് വാട്ട്? ഫൗണ്ടൈൻ എക്സ്പെരിമെൻറ്റ്. അപ്പം നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് അമോണിയയുടെ നേച്ചർ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ദിസ് എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് ഫൗണ്ടൈൻ എക്സ്പെരിമെൻറ്റ്. ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ പേരാണ് ഫൗണ്ടൈൻ എക്സ്പെരിമെൻറ്റ് എന്നുള്ളത്. സോ അമോണിയ ഈസ് ഹൈലി സോലുബിൾ ഇൻ വാട്ടർ. അമോണിയ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ആണെന്ന് പറയുന്നത് അമോണിയ. നിങ്ങൾ പോയിന്റ്സ് നന്നായിട്ട് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അമോണിയ ഈസ് ഹൈലി സോലുബിൾ ഇൻ വാട്ടർ. അമോണിയ എന്ന് പറയുന്നത് വളരെ സോലുബിൾ ആണ്, വളരെ സോലുബിൾ ആണ് വാട്ടറിൽ എന്ന് പറയുന്നത്. ആൻഡ് ടു പ്രൂവ് ദിസ് ഫൗണ്ടൈൻ എക്സ്പെരിമെൻറ്റ്, നമ്മൾ ഇതിന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആണ് ഫൗണ്ടൈൻ എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. ഫിൽ എ ഫ്ലാസ്ക് വിത്ത് അമോണിയ ഗ്യാസ് ഇൻ ദ പിക്ചർ. അപ്പോൾ ഇതിൽ നമ്മൾ ഫില്ല് ചെയ്തേക്കുന്നത് അമോണിയ ഗ്യാസ് ആണ്. ഓക്കെ, NH3 ഗ്യാസ് ആണ് നമ്മൾ, നിങ്ങൾ ടെക്സ്റ്റിലെ പിക്ചറിൽ നോക്കുക. ഓക്കെ, NH3 ഗ്യാസ് ആണ് നമ്മൾ ഫില്ല് ചെയ്തേക്കുന്നത്. ആൻഡ് യൂസിങ് എ സിറിഞ്ച് ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് വാട്ടർ ഇൻ ടു ദ ഫ്ലാസ്ക്. അപ്പം ഇത് നമ്മളിങ്ങനെ കണക്ട് ചെയ്തേക്കുവാണ്. ഓക്കെ, സോ എന്താണ് ഇത് ഇങ്ങനെ ഒരു ട്യൂബ് നടുക്കൂടെ ഇതിനകത്തുണ്ട്. സോ നമ്മളിവിടെ നമ്മൾ ടെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പിക്ചർ നോക്കുക. ഇതിലേക്കൂടെ ഒരു സിറിഞ്ചിൻ്റെ ഇതൊരു സിറിഞ്ചാണെന്ന് വെച്ചോളൂ, ഇതൊരു സിറിഞ്ചാണ്. അപ്പോൾ ഈ ഒരു സിറിഞ്ച് നമ്മൾ എന്നിട്ട് ഇതിൻ്റെ താഴെയായിട്ട് ഈ ജെറ്റ് ട്യൂബിന് ഇവിടെ നമ്മൾ വാട്ടർ എടുത്തിട്ടുണ്ട്. ഫിനോഫ്തലിൻ ആഡ് ചെയ്ത വാട്ടറാണ്, വാട്ടർ കണ്ടെയ്നിങ് ഫിനോഫ്തലിൻ. ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന വാട്ടർ എന്ന് പറയുമ്പോൾ വാട്ടർ കണ്ടെയ്നിങ് ഫിനോഫ്തലിനുള്ള വാട്ടർ കണ്ടെയ്നിങ് ഫിനോഫ്തലിൻ. ഓക്കെ, വാട്ടർ കണ്ടെയ്നിങ് ഫിനോഫ്തലിനുള്ള ഒരു ഒരു പിക്ചർ, ഒരു ഫ്ലാസ്ക് ഒരു യൂട്ടൻസിലാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. സോ ഇവിടെ നമ്മൾ അമോണിയ ഗ്യാസ് ഫില്ല് ചെയ്തേക്കുന്നു. എന്നിട്ട് നമ്മളിതാ ഇവിടെ ഒരു സിറിഞ്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, സിറിഞ്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സിറിഞ്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് എന്ത് ചെയ്യുന്നു? സിറിഞ്ച് ഉപയോഗിച്ച് ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ അമോണിയ എന്ന് പറയുന്നത് എന്താണ്? വളരെ സോലുബിൾ ആണ്, വാട്ടറിൽ വളരെ സോലുബിൾ ആണ്. ആൻഡ് ഫിൽ എ ഫ്ലാസ്ക് വിത്ത് അമോണിയ ഗ്യാസ് ഇൻ ദ പിക്ചർ യൂസിങ് എ സിറിഞ്ച് ആഡ് എ ഫ്യൂ ഡ്രിപ്സ് ഓഫ് വാട്ടർ ഇൻ ടു ദ ഫ്ലാസ്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്ന സിറിഞ്ച് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ അതിലേക്ക് വാട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് വാട്ടർ റഷസ് ഇൻ ടു ദ ഫ്ലാസ്ക് ത്രൂ ദ ജെറ്റ് ട്യൂബ് വിച്ച് ഈസ് കെപ്റ്റ് ഇൻ ദ വാട്ടർ ട്രഫ് ടു വിച്ച് എ ലിറ്റിൽ ഫിനോഫ്തലിൻ ഈസ് ആഡഡ്. അപ്പോൾ ഈ ഒരു വാട്ടർ ട്രഫിൽ നമ്മൾ എന്താ എടുത്തേക്കുന്നത്? വാട്ടർ കണ്ടെയ്നിങ് ഫിനോഫ്തലിനുള്ള ഒരു ഒരു സെറ്റപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്തു. ഈ ഒരു സിറിഞ്ച് ഉപയോഗിച്ച് നമ്മൾ ഇതിലേക്ക് എന്ത് ആഡ് ചെയ്തു? വാട്ടർ ആഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഈ അമോണിയയും വാട്ടറുമായിട്ട് അമോണിയ എന്ത് ചെയ്യുന്നു? നമുക്ക് അമോണിയയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ആണെന്ന് പറയുന്നത് അമോണിയ പെട്ടെന്ന് എന്ത് ചെയ്യും? വാട്ടറുമായിട്ട് അങ്ങ് ഡിസോൾവ് ആവും. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടുത്തെ ഒരു ഇവിടുത്തെ പ്രഷറൊക്കെ കുറയും. അതായത് അമോണിയയും വാട്ടറുമായിട്ട് പ്രവർത്തിച്ച് അവിടെ എന്താ ഉണ്ടാവുന്നു? അമോണിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെ അമോണിയയുടെ അമോണിയയുടെ കുറയുന്നത്? ഒരു കോൺസെൻട്രേഷൻ, അമോണിയയുടെ അല്ലെങ്കിൽ പ്രഷർ കുറയും. അപ്പോൾ ഇവിടെ പ്രഷർ കുറയുമ്പോൾ എന്ത് ചെയ്യും? യൂഷ്വലി ഈ ഒരു പാത്രത്തിൽ നിന്ന്, ഈ ഒരു ട്രഫിൽ നിന്ന് ഫിനോഫ്തലിൻ അടങ്ങിയ വാട്ടർ മുകളിലായിട്ട് എന്ത് ചെയ്യും? മുകളിലായിട്ട് അങ്ങ് ഇരച്ച് കയറി ഇവിടെ ചെല്ലും.
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഫിനോഫ്തലിനുള്ള വാട്ടറാണ് ഇതിലേക്കൂടെ ചെല്ലുന്നത്. അപ്പോൾ ഫിനോഫ്തലിൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ഫിനോഫ്തലിൻ യൂസ് ആസ് ആൻ ഇൻഡിക്കേറ്റർ. നമ്മൾ ഫിനോഫ്തലിൻ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഫിനോഫ്തലിൻ ഇവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെ എന്തായിട്ട് മാറും? ഒരു പിങ്ക് കളറായിട്ട് മാറും. അപ്പോൾ ഇവിടെയുള്ള ആ ഒരു അമോണിയയുടെ കളർ എന്ന് പറയുന്നത് ഒരു പിങ്ക് കളറായിട്ട് മാറും. അതായത് എന്താണ് അവിടെ ഷോ ചെയ്യുന്നത്? അതായത് എന്തുകൊണ്ടാണ് ഈ ഒരു വാട്ടർ ഇവിടുന്ന് അങ്ങ് എരച്ച് കയറി മേളിലോട്ട് പോകാനുള്ള കാരണം എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ കുറച്ച് സിറിഞ്ച് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തായിരുന്നു? ഇവിടെ നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. സിറിഞ്ച് ഉപയോഗിച്ച് വാട്ടർ അതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? ഈ അമോണിയ വാട്ടറിൽ ഡിസോൾവ് ആയിട്ട് അവിടുത്തെ പ്രഷർ അങ്ങ് കുറയും. പ്രഷർ നമുക്കറിയാം, എപ്പോഴും പ്രഷർ കൂടിയ റീജിയനിൽ നിന്ന് എന്താണ് പ്രഷർ കൂടിയ റീജിയനിൽ നിന്ന് കുറഞ്ഞ റീജിയനിലേക്കാണ് എന്ത് ചെയ്യുന്നത്? വാട്ടർ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? പ്രഷർ കുറയുമ്പം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇവിടുത്തെ വാട്ടർ ഫിനോഫ്തലിനുള്ള വാട്ടർ മുകളിലേക്ക് പോവുകയും അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ഒരു പിങ്ക് കളർ ഫോം ചെയ്യുകയും ചെയ്യുന്നു. ദാറ്റ് ഷോസ് ദാറ്റ് the ammonia is basic in nature. അപ്പോൾ പിങ്ക് കളർ ഫോം ചെയ്തു. അതായത് അമോണിയ എന്ന് പറയുന്നത് എന്താണ്? ഫിനോഫ്തലിൻ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അമോണിയ ഇസ് എ ബേസ്. ദാറ്റ് ഷോസ് ദ പിങ്ക് കളർ. Okay, so the ammonia gas in the flask dissolves suddenly in the water sprayed to the pressure of the flask decreases. അപ്പോൾ ഫ്ലാസ്കിലെ പ്രഷർ കുറയുകയും as the outside pressure is very great the water rushes to the flask through jet tube. അപ്പം ഔട്ട്സൈഡിലെ പ്രഷർ എന്താണ്? ഇൻസൈഡിലെ പ്രഷർ കുറയുന്നു, ഔട്ട്സൈഡിലെ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ വാട്ടർ എന്ത് ചെയ്യുന്നു? വാട്ടർ മുകളിലേക്ക് ഉയരുന്നു. The water changes pink color as the ammonia solution formed in the flask alkaline. Ammonia dissolved in the water forming ammonium hydroxide. അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ ഒരു പ്രഷർ കുറഞ്ഞ റീജിയനിലേക്ക് വാട്ടർ പോവുകയും അവിടെ അമോണിയം ഹൈഡ്രോക്സൈഡ് അല്ലേ, അമോണിയം ഹൈഡ്രോക്സൈഡ്. അതായത് ഇവിടെ എന്ത് ഫോം ചെയ്യുന്നു? ഈ അമോണിയ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് അമോണിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുകയും NH4OH അമോണിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഈസ് അവർ എക്സ്പെരിമെൻറ്റ്. ഇതാണ് ഫൗണ്ടൈൻ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അമോണിയ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് അവിടെ ഫിനോഫ്തലിന് ഉള്ള വാട്ടറാണ് മേളിലേക്ക് പോയത്. അതുകൊണ്ടാണ് അവിടെ പിങ്ക് കളർ ഫോം ചെയ്ത്. ദാറ്റ് ഷോസ് അമോണിയ ഈസ് ബേസിക് ഇൻ നേച്ചർ. ഇതെന്ത് കാണിക്കുന്നു? അമോണിയ ബേസിക് നേച്ചർ ആണെന്നുള്ളത് ഷോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? അമോണിയയും വാട്ടറും. അപ്പോൾ നമ്മൾ മുകളിൽ ആ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കിലുള്ളത് അമോണിയ ആയിരുന്നു. പിന്നെ വാട്ടർ അതിലേക്ക് റഷ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? അവിടെ ഫോം ചെയ്തത് അമോണിയം ഹൈഡ്രോക്സൈഡ് NH4OH ആണ് അവിടെ എന്ത് ചെയ്തത്? ഫോം ചെയ്തത്. ഓക്കെ, സോ NH3 വാട്ടറും കൂടെ കമ്പൈൻ ചെയ്ത് NH4OH ആയിട്ട് അവിടെ മാറുന്നു. And water that enters the flask changes its color. Why? എന്തുകൊണ്ടാണ് അവിടുത്തെ ആ ഒരു കളർ ചേഞ്ച് ചെയ്തത്? എന്താണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്? The indicator phenolphthalein in the water changes to pink and that water becomes basic ammonia dissolve it. അപ്പോൾ അമോണിയ ഫിനോഫ്തലിനുള്ള വാട്ടറാണ് മുകളിലേക്ക് പോയത്. അതുകൊണ്ടാണ് ഒരു പിങ്ക് കളർ ഫോം ചെയ്തത്. പിങ്ക് കളർ എന്ന് പറയുന്നത് എന്ത് ഷോ ചെയ്യുന്നു? അമോണിയയ്ക്ക് ബേസിക് നേച്ചർ ആണെന്ന് ഫോം ചെയ്യുന്നു. ആൻഡ് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് അമോണിയ ഷോസ് ഹിയർ. എന്ത് നേച്ചറാണ്? ബേസിക് നേച്ചർ. ആൻഡ് നമ്മളതിൻ്റെ ഇക്വേഷൻ എഴുതിയതാണ്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ അമോണിയയെക്കുറിച്ച് നമുക്ക് ഒരു ബേസിക് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ബേസിക് ക്യാരക്ടേഴ്സ് ഇസ് ദ അമോണിയ. അപ്പോൾ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ കളർ? ദർ ഈസ് നോ കളർ ഫോർ അമോണിയ. അമോണിയയുടെ കളർ എന്താണ്? വാട്ട് ഈസ് ദ കളർ ഓഫ് അമോണിയ? നോ കളർ. അമോണിയയ്ക്ക് എന്തില്ല? കളേഴ്സ് ഒന്നുമില്ല. ദെൻ ഓർഡർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അതിൻ്റെ സ്മെല്ല്. ഓർഡർ എന്ന് പറയുമ്പോൾ എന്താണ്? പഞ്ചൻറ്റ്. സോ വാട്ട് ഈസ് ദ ഓർഡർ? പഞ്ചൻറ്റ് സ്മെൽ. പഞ്ചൻറ്റ് സ്മെല്ലാണ്. ദെൻ വാട്ട് ഈസ് ദ നേച്ചർ? എന്ത് നേച്ചറാണ്? വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് അമോണിയ? ഇറ്റ് ഈസ് ബേസിക് അല്ലേ, ബേസിക് നേച്ചറാണ്. അതുകൊണ്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി എക്സ്പെരിമെൻറ്റ് പറഞ്ഞില്ലേ. ദെൻ സോലുബിലിറ്റി ഇൻ വാട്ടർ. സോലുബിലിറ്റി എങ്ങനെയാണ്? ഹൈ സോലുബിൾ അല്ലേടെ? സോലുബിലിറ്റി ഇൻ വാട്ടർ എങ്ങനെയാണ്? സോലുബിലിറ്റി എന്ന് പറയുന്നത് ഹൈലി സോലുബിൾ ആണ് അല്ലേ. സോലുബിലിറ്റി എന്ന് പറയുന്നത് വെരി ഹൈ. അതുകൊണ്ടല്ലേ നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ ആ ഒരു കണ്ടന്റ് നമ്മൾ പറയുന്നത്. സോലുബിലിറ്റി ഈസ് വെരി ഹൈ. ദെൻ ഡെൻസിറ്റി ഓഫ് അമോണിയ എന്ന് പറയുന്നത് ലെസ് ദാൻ ദാറ്റ് ഓഫ് എയർ. എയറിനേക്കാളിലും കുറവാണ്. എയറിനേക്കാളിലും കുറവാണ്. സോ ദിസ് ഈസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് അമോണിയ, ലെസ് ദാൻ ദാറ്റ് ഓഫ് എയർ. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റിനകത്തുണ്ട്. സോ അമോണിയയുടെ എന്താണ്? അമോണിയ കളർ, ദർ ഈസ് നോ കളർ ഫോർ അമോണിയ. ദെൻ ഓർഡർ, പഞ്ചൻറ്റ് സ്മെൽ എന്ന് പറഞ്ഞാൽ ഒരു നിങ്ങൾക്കറിയാലോ ഇറിറ്റേറ്റഡ് സ്മെൽ. നേച്ചർ, ഇറ്റ് ഈസ് ബേസിക് ഇൻ നേച്ചർ. ദെൻ വാട്ട് ഈസ് എ സോലുബിലിറ്റി ഈസ് വെരി ഹൈ. ദെൻ ഡെൻസിറ്റി, വാട്ട് അബൌട്ട് ദ ഡെൻസിറ്റി? ലെസ് ദാൻ ദാറ്റ് ഓഫ് എയറിനേക്കാളിലും ഡെൻസിറ്റി കുറവാണ് എന്തിന്? അമോണിയയ്ക്ക്. ഓക്കെ, സോ ഇൻ ദിസ് ക്ലാസ്
നമ്മൾ ഒരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് മാത്രമാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഫൗണ്ടൈൻ എക്സ്പെരിമെൻറ്റ് നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ എന്തായിരുന്നു, പിന്നീട് നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് അമോണിയയുടെ ക്യാരക്ടർ പ്രോപ്പർട്ടീസ് എന്നുള്ളത് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അമോണിയ നമ്മൾ വലിയ എന്താണ്, when an ammonium tanker leaks, water is sprayed to reduce the intensity. What is the reason for this? അപ്പോൾ അമോണിയയുടെ ഗ്യാസ് ഒക്കെ ലീക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ സ്പ്രേ ചെയ്യും. അതിന് മുകളിലായിട്ട് എന്ത് ചെയ്യുന്നു, വാട്ടർ സ്പ്രേ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞ അമോണിയ എന്ന് പറയുന്നത് ഹൈലി സോലുബിൾ ആണ് വാട്ടറിൽ, അല്ലേ? അമോണിയ ഇസ് ഹൈലി സോലുബിലിറ്റി ഇൻ വാട്ടർ. അമോണിയക്ക് എന്താ പ്രത്യേകതകൾ? അമോണിയ ഹൈലി സോലുബിൾ ആണ് വാട്ടർ. അപ്പോൾ ഈ അമോണിയം ഗ്യാസ് ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ കുറച്ച് വാട്ടർ ആഡ് ചെയ്തുമ്പം വാട്ടറുമായിട്ട് ചേർന്നത് എന്തായിട്ട് മാറും, അമോണിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. സോ more ammonia quickly dissolve in water. Ammonia that comes from the gets dissolved in the water sprayed. Ammonia does not spread in the atmosphere. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് വാട്ടറിൽ അങ്ങ് ഡിസോൾവ് ആയി പൊയ്ക്കോളും. വാട്ടർ നമ്മൾ ഇതിൻ്റെ മുകളിൽ അമോണിയ ചോർന്ന് കഴിഞ്ഞാൽ, ലീക്കായി കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇത് വാട്ടറിൽ അങ്ങ് ഡിസോൾവ് ആയി പോകും. അപ്പോൾ ഈ അമോണിയ എന്ന് പറയുന്നത് ഇച്ചിരി പോയിസൺസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് അമോണിയ ഈ വാട്ടറുമായിട്ട് അങ്ങ് ഡിസോൾവ് ആയിട്ട് അതങ്ങ് എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിലേക്ക് സ്പ്രെഡ് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ അമോണിയയുടെയൊക്കെ ഗ്യാസ് ലീക്ക് ആകുമ്പോൾ അതിലേക്ക് വാട്ടർ നമ്മൾ ഇങ്ങനെ പോർ ചെയ്ത് കൊടുക്കുന്നത്. സോ വാട്ട് ആർ ദ യൂസസ് ഓഫ് അമോണിയ? അമോണിയയുടെ യൂസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. എന്താണ് അമോണിയയുടെയൊക്കെ കുറച്ച് യൂസസ് ഉണ്ട്. ഫോർ ദ മാനുഫാക്ചർ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ലൈക്ക് അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയയുടെയും അതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെയൊക്കെ എന്താണ് പ്രിപ്പറേഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. അമോണിയം സൾഫേറ്റിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ആസ് എ റെഫ്രിജറൻറ്റ് ഇൻ ഐസ് പ്ലാന്റ്സിൽ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഐസ് പ്ലാന്റ്സിൽ എന്തായിട്ട് യൂസ് ചെയ്യുന്നു, റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ദെൻ ഫോർ ക്ലീനിങ് ടൈൽസ് ആൻഡ് വിൻഡോ പെയിൻസും അതുപോലെ തന്നെ ടൈൽസും ഒക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ആസ് എ സ്റ്റിമുലൻ്റ് ഓഫ് ഹാർട്ടിൻ്റെ ഒരു സ്റ്റിമുലൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഐഡൻറ്റിഫൈയിങ് HCl പ്രസൻസ് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അമോണിയ അത് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് കുറേ നിങ്ങളുടെ ഈ ചാപ്റ്ററിൽ തന്നെ ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ ദർ ആർ 2 terms എക്സിസ്റ്റ്. ലിക്വർ അമോണിയ, ഫസ്റ്റ് പാർട്ടിലും 2 terms കൂടെ ഉണ്ട്, ലിക്വർ അമോണിയ ആൻഡ് ലിക്വിഡ് അമോണിയ. എന്താണ് ലിക്വർ അമോണിയയും ലിക്വിഡ് അമോണിയയും? സോ നമ്മൾ ആ യൂസസ് നിങ്ങൾ പഠിക്കുക, അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്താൽ മതി, അത് എക്സാമിന് ചോദിക്കുന്നൊരു ഇതാണ്. സോ ദെൻ ലിക്വർ അമോണിയ ആൻഡ് ലിക്വിഡ് അമോണിയ. ലിക്വർ അമോണിയ ആൻഡ് ലിക്വിഡ് അമോണിയ. എന്താണ് ലിക്വർ അമോണിയ, എന്താണ് ലിക്വിഡ് അമോണിയ? ഓക്കെ, സോ ലിക്വർ അമോണിയ എന്ന് പറഞ്ഞാൽ a highly concentrated aqueous solution of ammonia is called liquor ammonia. അതായത് അമോണിയയുടെ ഒരു ഹൈലി കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ, അമോണിയയുടെ ഒരു ഹൈലി കോൺസെൻട്രേഷൻ ഓഫ് അമോണിയയാണ് നമ്മൾ ലിക്വർ അമോണിയ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ കൂടിയ ഒരു അമോണിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അക്വസ് സൊല്യൂഷൻ, ഹൈലി കോൺസെൻട്രേറ്റഡ് അക്വസ് സൊല്യൂഷൻ. അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, വാട്ടറിൻ്റെ ആ ഒരു സൊല്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അമോണിയയുടെ അതിനെയാണ് നമ്മൾ ലിക്വർ അമോണിയ എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡ് അമോണിയ എന്താണ്, നമ്മൾ അമോണിയനെ പ്രഷർ കൊടുത്തിട്ട് അതിനെ ലിക്വിഫൈ ചെയ്യും. മനസ്സിലായോ? അമോണിയയെ നമ്മൾ പ്രഷർ കൊടുത്തിട്ട് എന്ത് ചെയ്യും, ലിക്വിഫൈ ചെയ്യും. അപ്പം അമോണിയ ആ ഒരു ലിക്വിഡ് ഫോമിലുള്ള അമോണിയ നമ്മൾ എന്തെന്ന് പറയുന്നത്, ലിക്വിഡ് അമോണിയ. അത് ഈസിയാണ്. ലിക്വിഡ് ഫോമിലുള്ള അമോണിയ, ദ അമോണിയ ഇൻ ദ ലിക്വിഡ് ഫോം ഈസ് കോൾഡ് ലിക്വിഡ് അമോണിയ. ആൻഡ് ഹിയർ വി അപ്ലൈ ഹൈ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് അമോണിയനെ എന്തായിട്ട് മാറ്റുന്നു, ലിക്വിഡ് ഫോമിലാക്കി മാറ്റുന്നു. ആൻഡ് ദിസ് ഈസ് കോൾഡ് ലിക്വിഡ് അമോണിയ. ആ ഒരു പ്രഷർ കൊടുത്ത് അമോണിയയെ ലിക്വിഡ് ഫോമിലാക്കി മാറ്റുന്നു. ആ ഒരു ഫോമിനെയാണ് ലിക്വിഡ് അമോണിയ എന്ന് പറയുന്നത്. ലിക്വർ അമോണിയ എന്ന് പറയുന്നത് ദ ഹൈലി കോൺസെൻട്രേറ്റഡ് അക്വസ് ഫോം ഓഫ് അമോണിയ ഈസ് കോൾഡ് liquor ammonia. അപ്പം what is the difference between liquor ammonia and liquid ammonia? Liquor ammonia is the highly concentrated aqueous solution of ammonia is called liquor ammonia. When we apply pressure into the ammonia, it converts into its liquid form, and this liquid form of ammonia is called liquid ammonia. Okay, so in this class we have discussed Fountain experiment, then the characteristic properties of ammonia, then the uses of ammonia, and the liquor ammonia and liquid ammonia. Three terms are we discuss. Okay, so in the next class we will learn more experiments related to this chapter. Now we can wind up. Assalamu alaikum.